നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തേക്ക് മരങ്ങളായിരിക്കും. തേക്ക് മരങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഒരു എപ്പിസോഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും. ഇന്നും തെക്ക് വടക്കിന്റെ എപ്പിസോഡുമായി ഞങ്ങൾ എത്തി നിൽക്കുന്നത് നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയത്തിലാണ്. തേക്ക് മ്യൂസിയത്തിലെ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തെക്ക് വടക്കിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുകളിലത്തെ നിലയിൽ ശരിക്കും കാഴ്ചകൾ തുടങ്ങുന്നത് ശരിക്കും ആരംഭഘട്ടം മുതലാണ് അല്ലെ? ഇന്ന് എടുത്തു തൊട്ട ആളാണ്. ശരിക്കും വിത്തിൽ നിന്നാണ് രീതിയിലേക്ക് പറയും. നമ്മൾ സാധാരണ രീതിയിൽ പറയും എവിടെയെങ്കിലും ഒക്കെ അതിന്റെ വിത്ത് വീണ് കഴിഞ്ഞാൽ അത് പാകപ്പെട്ട് വളർന്നു വന്നോളും എന്നുള്ളത്. തേക്കിന്റെ കാര്യത്തിൽ അത് അത്ര എളുപ്പമല്ല എന്ന് പറയേണ്ടിയിരിക്കും. കാരണം പ്രതലം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കാൻ സാധ്യമായിട്ടുള്ളതല്ല, കുറവാണ്. സാധാരണ രീതിയിൽ മലയാളത്തിൽ പറയുന്ന ഒരു പ്രയോഗം ഉണ്ട് അല്ലെ, എടുക്കുന്ന മഴയും വെയിലും കൊണ്ട് നശിക്കാതെ നോക്കണേ എന്നുള്ളത്. പക്ഷെ തേക്കിന്റെ സീഡിന്റെ കാര്യത്തില് മഴയും വെയിലും കൊണ്ട് നശിക്കണം അല്ലെ. ഒരു തേക്ക് മരം വളർന്ന് 5 വർഷത്തിന് ശേഷമാണ് ഇത് കായ്ക്കുന്നതും ഇതിന്റെ കുരു ഉണ്ടാവുന്നതും. സോ 5 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന്റെ ഒരു കുരു കിട്ടാൻ വേണ്ടി. പുതിയ മരമാക്കി എടുക്കണമെങ്കിൽ അത് ഇത്തിരി ടാസ്ക് ആണ്. ഇത് ഒരേ അനുപാതത്തിൽ തന്നെ മഴയും അതുപോലെ തന്നെ വെയിലും കൂടെ അത് നനയ്ക്കും. അതേപോലെ തന്നെ ഒരാഴ്ചയോളം തന്നെ പകലിലെ അതിന്റെ വെയിൽ കൊള്ളിക്കും, രാത്രി കുതിർത്തിടും. അപ്പൊ ഈ പ്രോസസ്സ് ഒരാഴ്ച കഴിഞ്ഞ സമയത്താണ് ഇതിന്റെ ആവരണം ദ്രവിക്കുന്നത്. അതിനുശേഷം നമ്മൾ വിത്ത് എടുക്കുന്നത്. ഈ വിത്ത് എടുക്കുന്നതിൽ തന്നെ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇത് കാട്ടിനുള്ളിൽ തന്നെ വളരുന്ന ഏറ്റവും ഫലപുഷ്ടിയായിട്ടുള്ള ഉത്തമ വൃക്ഷം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതിൽ നിന്നാണ് ഇവർ വിത്ത് ഇത്തരത്തിൽ എടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് മാത്രമല്ലാതെ നമുക്ക് പുതുതായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടും നമുക്ക് തേക്കിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. ആബ്സല്യൂട്ട്ലി. കാരണം തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടുള്ള കാര്യമാണ് ക്ലോണിങ്ങിലൂടെയും ടിഷ്യൂ കൾച്ചറിലൂടെയും നടക്കും എന്നുള്ളത്. പക്ഷെ തേക്കിന്റെ കാര്യത്തിൽ ഇത് പ്രായോഗികമായിട്ട് നടപ്പിലാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നടക്കും എന്നുള്ളത് തന്നെയാണ്. സോ ക്ലോണിങ്ങിലൂടെ, അതായത് ഇതിന്റെ ബ്രാഞ്ചസുകൾ ഒട്ടിച്ചേർത്ത് വെച്ച് ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ ഇതിനെ ഉത്ഭവിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ നമുക്കറിയാം. ഏതെങ്കിലും ഈ ഒരു തേക്ക് മരത്തിന്റെ ഒരു ഇലയുടെയോ അല്ലെങ്കിൽ അതിന്റെ തടിയുടെയോ എന്തെങ്കിലും ഒരു ടിഷ്യൂ എടുത്തിട്ട് അത് നമുക്ക് ഒന്നും കൂടെ ലാബിലൊക്കെ പോയിട്ട് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വേറൊരു തേക്ക് മരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആ രീതിയിലൂടെയും ഇതിനെ പുനരുദ്ധാരണം നടക്കും എന്നുള്ളത്. അപ്പോ തേക്ക് അത്ര എളുപ്പമല്ല. സെക്ഷൻ എന്താ നമുക്ക് നോക്കാം. നമ്മള് വിത്ത് അല്ലെ മുളപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വിചാരിക്കും ഈ മുളപ്പിച്ചത് സ്വാഭാവികമായിട്ട് അങ്ങ് വളർന്നു പോകുന്നുള്ളത് നടപടി ആവില്ല എന്നുള്ളതാണ്. കാരണം ഈ മുളപ്പിച്ച പ്ലാന്റിൽ നിന്ന് എടുത്ത് അത് കുറച്ചൊരു സ്റ്റെമ്പ് രൂപയാണ് ഏകദേശം ലെങ്ത് എത്തുമ്പോൾ അതിന്റെ സ്റ്റെമ്പ് എടുത്തിട്ടതിന് ശേഷമാണ് അത് വേറെ സ്ഥലത്ത് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യണം. അതെ, തേക്കിന് നേരത്തെ പറഞ്ഞ പോലെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട എന്നുണ്ടെങ്കിലും ഇതിന് കീടനാശിനികൾ നമ്മൾ തളിക്കേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങൾ തളിക്കേണ്ടതായിട്ട് വരും. എല്ലാ മരങ്ങളെയും പോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ ജീവിതം പോലെ തന്നെ കുറെ പ്രതിസന്ധികൾ ഉണ്ടാവും, തടസ്സം ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് പോകണം എന്ന് പറഞ്ഞ പോലെ തന്നെ തേക്കിന്റെ ലൈഫ് എത്രത്തോളം അല്ലെ, ഇറ്റ്സ് നോട്ട് ഈസി. അത് കുറച്ചൊന്ന് കവർ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ മറികടക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിന് ആദ്യം വരുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അതിന്റെ പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇലയൊക്കെ പുഴു വന്ന് കഴിക്കുന്നത്. ഏത് മരത്തിനെയും പോലെ തന്നെ ഇതിനെയും പുഴു വന്ന് അറ്റാക്ക് ചെയ്യും. ആ ഹിബ്ലിയോപ്യൂറ എന്നുള്ള രീതിയിലേക്ക് അതിന്റെ പ്യൂപ്പുകൾ ശരിക്കും ആ പുഴു വന്ന് എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇല വന്ന് തിന്നു പോകുന്നതിന് എന്താ ഈ ഇല പൊഴിയാറുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ ഈ ഇല വന്ന് തിന്നോട് കൂടിയിട്ട് ഏകദേശം 44% ഇതിന്റെ വളർച്ചയെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ തന്നെ പകുതി പോയി. വളർന്ന കാര്യമില്ല. അതുപോലെ തന്നെ വേറെ പ്രശ്നം, ഇത് വെള്ളം അധികമായി ലഭിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ വേരുകൾക്ക് വെള്ളം അധികമായിട്ട് ലഭിച്ചു കഴിഞ്ഞാലും മരത്തിന് അത് ബാധിക്കും. അപ്പൊ മരത്തിന്റെ പുറന്തോടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളാൻ റിജക്ട് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ ഈ പുഴ, നമ്മൾ നേരത്തെ പറഞ്ഞു ചാലിയാർ പുഴയുടെ തീരത്താണ്, എക്കിമണ്ണാണ്, വെള്ളം അമിതമായി കിട്ടുന്നൊക്കെ പറഞ്ഞു. എന്തും അമിതമായാലും അമൃതമായാലും വിഷമാണെന്നാണ്. സോ അത്തരത്തിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ പോലും റിജക്ട് ചെയ്യും. ദോഷമില്ല, പക്ഷെ ഇതിന്റെ കുറെയൊക്കെ ഭാഗം നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ കേടുവരും എന്നുള്ളതാണ്, ഉപയോഗശൂന്യമാവും എന്നുള്ളതാണ്. അതുകൊണ്ടും തീർന്നില്ല. ചെതലിന്റെ പ്രശ്നങ്ങൾ വരും.
ആന വന്നിട്ട് തോല് ആ തിന്നും അത് ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് കേൾക്കണം. ആന വന്നിട്ട് ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായി. ആന വന്നിട്ട് തേക്കിന്റെ മരത്തിന്റെ തോലൊക്കെ എടുത്ത് പുള്ളി കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടിയിട്ട്. അത് രസകരമായിട്ടുള്ള അതെല്ലാം ഈ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഈ തേക്കിന്റെ തേക്ക് നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളാണ്. ഒപ്പം തന്നെ ഫംഗസ് ആയിട്ടുള്ള രീതികളും. അപ്പൊ അങ്ങനെ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ അല്ലെ ശരിക്കും അതിങ്ങനെ കവർ ചെയ്യുന്നതാണ് ഈ ഒരു ഗാലറിയിലൂടെ നമ്മൾ കണ്ടത്. ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ അതിന് പണി അറിയാവുന്ന ഒരു ആശാരിയുടെ അല്ലെ പുളിയും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ശരിക്കും നമുക്ക് പരമ്പരാഗത വീടുകളിലും അമ്പലങ്ങളിലും അല്ലെ അത്തരത്തിലാണ് നമ്മൾ മേൽക്കൂരയിൽ കാണാറുണ്ട്. ശരിക്കും താഴിക കുടം എന്ന രീതിയിലേക്കാണ് പറയുന്നത്. കംപ്ലീറ്റ് ഇത് തേക്കിന്റെ പാനലാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത സവിശേഷമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതല്ല, ഇത് ഇരിക്കുന്നത് ഒരു ആണിയിലൊന്നുമല്ല, ഒരു ജോയിന്റ് ഒരു ആണി ഉപയോഗിച്ചിട്ട് അവരുടെ കാൽക്കുലേഷൻ ആണ്. അതാണ് നേരത്തെ പറഞ്ഞ ഒരു തേക്കിന്റെ ഭംഗിയും ആശാരിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ടുള്ള അതിന്റെ താഴിക്കുടകത്തിന്റെ അതിന്റെ റിയൽ അതിന്റെ മാതൃക ഇവിടെ ശരിക്കും പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഇടവഴികളിലെ അല്ലേ എന്തായിരുന്നു ഇടവഴിയിൽ അവിടെ വെച്ചേക്കുന്നത് ആക്ച്വലി കുറെ എന്താ പറയാ പിടികൾ, അതിന്റെ നമുക്ക് സീലുകളായിരുന്നു. സീലിന്റെ പിടികളൊക്കെ തേക്കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഈ സീലിന് ഒരു പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന മുറിച്ച തേക്കുകൾ ഇതിനെ ലേലം വെക്കുകയും അതിന്റെ ഗവൺമെന്റ് അണ്ടറിൽ ലേലത്തിന് എടുക്കുന്നവരുണ്ട് പല രീതിയിൽ. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള സീലുകൾ ഡിഫറെന്റ് ടൈപ്പിൽ നമ്മൾ കണ്ടു. അപ്പോൾ ആ സീലുകൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ പിൽക്കാലത്ത് അതിന് മാറി നമ്മൾ പെയിന്റ് അടിക്കുകയും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുള്ള കോഡ് ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. ആദ്യം ചെയ്തത് സീൽ ചെയ്യലാണ്. അപ്പൊ സീലിന്റെ പീടി വരെ തേക്കുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ വേറെ അറക്കുന്ന വാൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപകരണങ്ങൾ എന്നുള്ളത് ടൂൾസ് ഉപയോഗിക്കാനും പണ്ട് കാലത്ത് തേക്കിൻ തടി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ കണ്ട് താഴെക്കൂടം വിശേഷം കണ്ടിട്ട് നമുക്കിനി അപ്പുറം അവിടെ എന്താ ഇരിക്കാം. അങ്ങനെ തേക്ക് തടിയുടെ അല്ലെ സഞ്ചാര പദങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മള് വിത്ത് പാവിയത് മുതൽ നമ്മൾ കണ്ടു തുടങ്ങി. അതിന്റെ സീഡില് ടിമ്പ് ഹാർവെസ്റ്റിംഗിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിന്റെ അടുത്ത് ഇതിന്റെ വിളവെടുപ്പിന്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഈ തേക്ക് മരം എങ്ങനെയാണ്, ഇത് എപ്പോഴാണ് മുറിക്കുക എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. എല്ലാറ്റും കൂടെ ഉത്തരവുണ്ട്. ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ തേക്കിന്റെ വിത്ത് തൊട്ട് അതിനെ മുറിച്ച് മറ്റേ താഴികക്കുടമാക്കുന്നത് വരെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അതായത് ഈ തേക്കിന്റെ മരങ്ങളുടെ അടിഭാഗത്ത് ഗേർഡലിംഗ് എന്നാണ് ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേര്. അത് ഈ അടിഭാഗത്ത് കടഭാഗത്ത് തന്നെ ചെറുതായിട്ട് അവർ കട്ട് ചെയ്ത് വിടും. നമ്മൾ മഴ കൊണ്ട് തന്നെ മൊത്തത്തിൽ നമ്മൾ ഇപ്പോഴൊക്കെ കാണുന്നത് മരം മൊത്തം മറിച്ചിടുക എന്നുള്ളതാണ്. പക്ഷെ ഈ അടിഭാഗത്ത് ഇങ്ങനെ കാർവ് ചെയ്തിട്ട് അവർ കുറച്ച് നാളത്തേക്ക് അങ്ങനെ വയ്ക്കും. രണ്ടു ചുറ്റും വരണ്ട് കൊത്തി വെക്കുന്നതിന് ഇപ്പോൾ കുറച്ച് സമയം എടുക്കുമ്പോൾ അത് ഉണങ്ങും. ആ ഉദ്ദേശത്തിന് മറ്റൊന്നും കൂടിയുണ്ട്. ഒരു സഹജീവി സ്നേഹം എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ മരങ്ങളിലൊക്കെ ഈ പക്ഷികളൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് മുറിച്ച് വീഴുമ്പോൾ ഈ കൂടുകളും കുഞ്ഞുങ്ങളും ഒക്കെ മരിച്ചു പോവാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും വെക്കുന്നതുകൊണ്ട് ഇവർക്ക് മറ്റൊരു കൂടിലേക്ക് ചേക്കേറാനുള്ള ഒരു സമയം കൂടി കാലാവധി, നമ്മൾ ഈ വാടകയ്ക്ക് വീടെടുത്തവർക്ക് അടുത്ത വീട് കിട്ടാൻ വരെ കാലാവധി കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത് തന്നെയാണ്. ഫൈനലി വിത്ത് തൊട്ട് ഇവിടെ കാമ്പ് വരെ എത്തി നിൽക്കുകയാണ്. അപ്പം മുറിച്ച മരം, ആ മരത്തിനെ നമ്മൾ എപ്പോഴും ഈ കമ്പാരിസൺ നിർത്തും മറ്റു മരങ്ങളെ അപേക്ഷിച്ച് തേക്കും വീട്ടിയും എന്നുള്ള രീതിയിലേക്ക് പറയാറുണ്ടല്ലേ. അത്തരത്തിൽ തേക്കിന്റെ ഒരു പല രൂപങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും പറയുന്ന ഒരു കാര്യം കൂടിയാണ്, നമ്മൾ വാക്കുകൾ സൂചിപ്പിച്ചതാണ്, വെയിറ്റ്ലെസ് ആയിരിക്കും പക്ഷെ ഇത് കാഠിന്യമുള്ളതായിരിക്കും, അതിന്റെ ക്വാളിറ്റി അത് കൂട്ടും. അതുപോലെ തന്നെ ആശാരിക്ക് ഉപയോഗിക്കാൻ പണിയെടുക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തടിയായിരിക്കും മാറുമെന്നത് എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ഇവിടുത്തെ ആ സ്വർണ്ണ സ്പർശമുള്ള അതിന്റെ സോയിൽ എന്നുള്ള രീതിയിലേക്ക്
അപ്പൊ അത് തന്നെ ശരിക്കും ഇവിടെ തേക്കിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇത് ഓരോ സൈഡിലെ തേക്കാണ്. ഇപ്പൊ ആര്യങ്കാവിലാണെന്ന് നിലമ്പൂരാണെന്നുണ്ടെങ്കിലും ഓരോ തായ്ലാന്റിൽ വരെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലമ്പൂർ തേക്കിനെ വെച്ച് നോക്കുന്ന സമയത്താണെങ്കിലും ഇവിടുത്തെ കുറച്ചും കൂടെ ഒരു ഗോൾഡൻ ടച്ച് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ മണ്ണിന് ശരിക്കും ആ ഒരു സ്വർണത്തിന്റെ ഇതിലുള്ള കളറാണ്, ആ ഒരു മേമ്പൊടി ഉണ്ട് എന്നുള്ളത് പറയുന്നതുകൊണ്ട് തന്നെ ആ തേക്കിലും ഇതും കാണാൻ പറ്റും. അത് മാത്രമല്ല ഇവിടുത്തെ കമ്പാരിറ്റീവ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന്റെ കാതിൽ ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെ നമുക്കിപ്പോ കാണാൻ പറ്റും ഈ കളർ തന്നെ. ഈ ഒരു ഇത്രയും ഭാഗം മാത്രമേ ഇതിന്റെ പുറന്തോലായിട്ട് വരുന്നുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് കൂടുതൽ. അപ്പൊ ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഭാഗം വരും, ഇത് ഇത്ര ഭാഗം വരും, ഇത്ര വലുപ്പത്തിൽ തന്നെ. സോ അതാണ് നിലമ്പൂർ തേക്കിന്റെ മറ്റൊരു പ്രത്യേകത, അതിന് കാമ്പ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ തേക്കിന് ഇത്രയും ഡിമാൻഡ് വരുന്നത്. യെസ്. തേക്ക് മ്യൂസിയത്തിലെ അകത്തെ കാഴ്ചകളും ചരിത്രങ്ങളും ഒക്കെ നടന്ന് അല്ലെ മെല്ലെ നമ്മൾ വെളിച്ചത്തിലോട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് മ്യൂസിയത്തിലേക്ക് എത്തുമ്പോൾ മ്യൂസിയത്തിന് അകത്തുള്ള കാഴ്ചകൾ മാത്രമല്ല പുറത്തും അതിലും ഭംഗിയായിട്ട് അല്ലെ, പ്രത്യേകിച്ച് കുട്ടികളായിട്ട് വന്നു വരുന്ന സമയത്ത് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിക്കാൻ പറ്റുന്ന പുറത്തുണ്ട്. വലിയൊരു ഗാർഡൻ തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റ്സ്, ഇതേപോലെ മെഡിസിനൽ പ്ലാന്റ് ഉണ്ട്, അതിന്റെ അതുപോലെ തന്നെ ഓർക്കിഡ് ഫാം ഉണ്ട്, ഹൈഡ്രോസൈഡ് ഫാം ഹൗസ് ഉണ്ട്, അങ്ങനെ ബട്ടർഫ്ലൈ, അത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് കുട്ടികളുള്ളതുകൊണ്ട് അല്ലെ. അങ്ങനെ ഇഷ്ടപ്പെടുന്നതും പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉള്ളതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എൻട്രിയിൽ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ നമുക്ക് അങ്ങ് കണ്ടറിയാം, നമുക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് കുറെ അറിവുകളുമായി ഇപ്പൊ തെക്ക് വടക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഓർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം ഒരു പക്ഷെ നമ്മുടെ പിക്നിക് ഡേ തന്നെയായിരിക്കും അല്ലെ. ഒരു പക്ഷെ കുട്ടികളെക്കാൾ ഉപരിയായിട്ട് ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ ഓർത്ത് വെക്കുന്ന ദിവസമാണ്. അതിന് കാരണം കൂടിയുണ്ട്. കാരണം ടീച്ചേഴ്സിന്റെ ഒപ്പം തന്നെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു പാരന്റ് ആരെങ്കിലും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അത്രയും അതിരിക്കുന്ന ഓർമ്മകളിലെ ഒരു വലിയൊരു ഗാങ് അല്ലെ, സ്കൂൾ ടീം നമ്മളിപ്പം ജോയിൻ ചെയ്തു. ഞാൻ ആലോചിക്കുമ്പോൾ സാധാരണ ഇതേപോലെ ഒരു പാരന്റ് ഒക്കെ വരാൻ തോന്നുന്നു. അപ്പൊ ഞാൻ നേരത്തെ ഇതുവഴി ഇങ്ങനെ കടന്നു വന്നപ്പോ ഇവിടെ പിള്ളേരെക്കാളും കൂടുതൽ ആവേശത്തോടു കൂടി ഈ ട്രിപ്പ് ആസ്വദിക്കുന്ന ഒരു പറ്റം അമ്മമാരെ ഞാൻ കാണും. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായി. അതുകൊണ്ട് തന്നെ ഒരു വലിയ ടീമുണ്ട്. ടീച്ചേഴ്സ് ആരാണ് പാരന്റ്സ് ആരാണെന്ന് കൺഫ്യൂസ് ആക്കി പോകുന്ന ഒരു ടീം കൂടിയാണ്. സോ ഹായ്, നമസ്കാരം. ഈ എനർജി പോരാ, കാരണം പിള്ളേർക്ക് എനർജി ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾ തന്നെ. ഈ എനർജി വന്നാൽ മതിയോ? ഇല്ല. അപ്പൊ ഒരു ഉഷാറായിട്ടൊന്ന് ആരൊരാൾ പരിചയപ്പെടുത്തി എല്ലാവരും ഒന്ന്. എന്റെ പേര് നദീറ. ഞങ്ങള് വരുന്നത് AMLP സ്കൂൾ, നഴ്സറി സ്കൂൾ, കോട്ടുപാടം. ഇത് സ്കൂളിലെ ടീച്ചർ ഫാരിഷ ടീച്ചർ. ഇത് പാരന്റ് ആണ് ദൃശ്യ. ഇത് ഞങ്ങളെ ചേച്ചിയുടെ മോള് ഗായത്രി, ഷീജേച്ചി. ഞങ്ങളെ HM ആണ് രതി ടീച്ചർ. അത് സിൽന പാരന്റ് ആണ്. മുഫ്ലിയത്ത് പാരന്റ് ആണ്. അത് ഫാസില ടീച്ചർ, ഞങ്ങളുടെ ടീച്ചറാണ്. ഈ HM കാര്യമായിട്ട് ഒരുങ്ങി വന്നിട്ടല്ലോ. സാധാരണ സ്കൂളിലെ HM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചൊന്നൊരു ഓയിൽ സാരിയൊക്കെ എടുത്ത് കുറച്ച് ഗൗരവം പിടിച്ച് ഒരു കണ്ണടൊക്കെ പ്രതീക്ഷിക്കുന്നോടത്ത് സീരിയലിനെ കാണുന്ന താരത്തിനെ പോലെ ഒരുങ്ങി വന്നിട്ടുണ്ട് അല്ലേ. ഞങ്ങൾ ലേഡി സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കൂടെ വരാൻ എല്ലാ പാരന്റ്സിനും നല്ല സന്തോഷമാണ്. അവർക്ക് എന്താ പറയാ, ഫ്രീ ആയിട്ട് നമ്മളെ കൂടെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലേഡീസ് ഓൺലി ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. കുട്ടികളെ കൂടെ തന്നെ വരുമ്പോ അതൊരു ഭയങ്കര എൻജോയ്മെന്റ് ആണ്. എല്ലാ വർഷവും പാരന്റ്സിന് ടൂർ എന്ന് പറഞ്ഞത് ഭയങ്കര ഇതാണ്, ഒരു സ്കൂൾ ടൂർ മാറ്റേണ്ടി വരുന്നു അല്ലെ. ഫാമിലി ടൂറാണ്. എന്തായാലും ഇത്രയും ഗാങ് അടിച്ചു വന്നത് സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരാളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും ഒരു ഫാമിലി പോലെ വന്ന സ്ഥിതിക്ക് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ തരണമെന്നുണ്ട് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ. ഓക്കെ, പക്ഷെ ചെറിയൊരു കടമ്പുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും. ഞാൻ ഈ ഫോൺ ഇങ്ങ് പാസ് ചെയ്യാം. ഒരു സിനിമയുടെ മിനിമൽ പോസ്റ്റർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ചിത്രം കണ്ടിട്ട് ഏത് സിനിമയാണെന്ന് ഗസ് ചെയ്യണം. ആ പിക്ചർ നോക്കിയിട്ട് ആ പിക്ചർ ഒരു സിനിമയിലെ ഒരു പ്രധാന ക്യാരക്ടറായി വന്നിട്ടുണ്ട്. പ്രധാന ക്യാരക്ടറെ കുറച്ച് കോമിക് ആയിട്ട്. അതിലെന്താ കാണുന്നേ? അവിടെ എത്തിയിട്ടില്ല. ഉത്തരം പറയാൻ വേണ്ടി കെട്ടിയവർക്ക് വേണേ പറയാം. പറയുന്ന ആള് മൈക്ക് വാങ്ങിച്ചിട്ട് പറയാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിസ് പാരന്റ് സെറ്റാന്ന് തോന്നുന്നു. ദിലീപിന്റെ മോശൻ അല്ല, അതിലെ ഒരു വരി കറക്റ്റാ. അതൊരു ദിലീപ് മൂവിയാണ്, പക്ഷെ മോശൻ കേട്ടല്ല. അതെങ്ങനെയാ ഇത് എലി ഇങ്ങനെ പറക്കുന്ന കളികയില് ആ ഒരു ക്യാരക്ടർ ആയിട്ട് വരുന്നില്ലേ ബസിന്റെ ഉള്ളില്?
അപ്പൊ എക്സൈറ്റ്മെന്റ് കൊണ്ട് അങ്ങോട്ട് സൗണ്ട് വരുന്നില്ല. അപ്പൊ കോട്ടുപാടം AML സ്കൂൾ എന്ന് പറഞ്ഞത് വെറുതെ അല്ല, കറക്റ്റ് ആൻസർ ആണ്. അത്രയും എക്സൈറ്റ്മെന്റോട് കൂടി ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ അത്രയും കുറെ അധികം സമ്മാനങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. മീൻസ് അപ്പൊ എന്തായാലും നമ്മുടെ റൈറ്റ് ആൻസർ പറഞ്ഞ മിസ്സിന് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ സൂര്യ കോമഡിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് മിസ്. ഒരു കൈയടി. അടിപൊളി. കുഞ്ഞു മേനിക്കൊത്ത കുഞ്ഞുടുപ്പുകളുടെ ഇന്ത്യയിൽ നമ്പർ 1 ബ്രാൻഡ് മാക്കിഡോസിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. യെസ്. നോയസ്കോ ഫ്രൈഡ് ചിക്കൻ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അടുത്ത ആൾ വാങ്ങിക്കോളൂ. HM-ന്റെ കേസ് തന്നെ. എല്ലാം അടുത്ത ഗിഫ്റ്റ് എത്തുകയാണ്. സോ കാഷ് പ്യൂർ ആൻഡ് നാച്ചുറൽ നെല്ലിക്കയും വയനാടൻ കാന്താരി മുളകൊക്കെ ഇട്ട സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും കാഷ് നെല്ലിക്കയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എല്ലാവർക്കും കൂടിയിട്ട് ഒരു കപ്പ് പൊക്കിയ ഫീലാണ്. ശരി, അപ്പൊ ഈ പരിപാടി ഒന്നും കൂടെ കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം നമുക്ക് അങ്ങ് പിരിയണതിന്റെ മുമ്പ് നല്ലൊരു ഗാനത്തോട് കൂടി നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. ഫോണൊക്കെ എടുത്ത് അവിടെ ലിറിക്സ് നോക്കി തുടങ്ങിയാണ്. പൂവേ സെൻപൂവേ ഉമാസം വരും വാസൽ ഉൻ പൂങ്കാവനം വായ് പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും അല്ല അത്രയും വൈഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരുപാട് അധികം പ്ലാന്റ്സ്. പിന്നെ എല്ലാ തരത്തിലും അസുഖയ്ക്കും കഷണ്ടിക്കും ഒഴികെ ബാക്കി എല്ലാറ്റും ഇവിടെ മരുന്നുണ്ട്. ഇവിടെ ഓരോ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഏതൊക്കെ അസുഖങ്ങൾ ഭേദമാക്കാൻ പറ്റും എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ നെയിമും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആ കാണുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ റോക്ക് ഗാർഡനിലൂടെയും കയറി തിരിച്ച് ഇവിടെ എത്തുമ്പോഴും പ്ലാന്റ്സ് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫോട്ടോ പോയിന്റ് കൂടി ഉണ്ട് അല്ലേ? ശരിക്കും നല്ല രീതിയിലേക്ക് ഒരു കിടിലൻ ഒരു പഴയ കാലത്തെ ഓർമ്മകൾ, ഒരു മൂപ്പന്റെ ഒക്കെ ഒരു ഓർമ്മ സമ്മാനിക്കുന്ന ഒരു ശില്പം. നടന്നാലും നമുക്ക് കൊള്ളാം. യെസ്. നിലമ്പൂർ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെല്ലെ ഊട്ടി ഇതുവഴി പോകാറുണ്ടല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഊട്ടിയിലേക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ അവിടെ അനുസ്മരിപ്പിക്കും വിധം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും ബൊട്ടാനിക്കൽ ഗാർഡനിലെ പോലെ അല്ലെ? ശരി, ടോപ്പ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് അത്തരം കാഴ്ചകൾ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഒരു വാച്ച് ടവർ നിർമ്മിച്ചുള്ളത്. അപ്പൊ എന്തായാലും ഇതിന്റെ മേലെ നോക്കുന്ന സമയത്ത്
അടുത്ത് നിന്ന് കണ്ട കാഴ്ചകളല്ല. നമ്മള് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ബാക്കിൽ ഒരു ബട്ടർഫ്ലൈ. അത് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അത് ജസ്റ്റ് ഒരു ചെടിയായി കുഞ്ഞു ചെടികളായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, അവിടെ ഒരു ക്രോക്കഡൈൽ, പിന്നെ ഒരാൾ സൈക്കിൾ ചവിട്ടുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലം എത്രത്തോളം ഈ ഒരു സ്ഥലം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആരും ഒരു ബൊട്ടാണിക്കൽ ഗാർഡന്റെ കഥ പറയുമ്പോൾ നിലമ്പൂർ പറയാറില്ല. ഇതിന്റെ ബാക്കിൽ ഇത്രയും വലിയൊരു ഗാർഡൻ ആണെന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ചെടിയാണെങ്കിലും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഒരു ഭംഗിയായിട്ടെങ്കിൽ വാച്ച് ടവറിൽ തന്നെ കയറണം. അപ്പൊ നമുക്ക് കയറി ഇറങ്ങിയില്ലേ, കയറി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനി താഴത്ത് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. അങ്ങനെ ഇന്നത്തെ നിലമ്പൂരിന്റെ ഉദ്യാന കാഴ്ചകളിലൂടെ മെല്ലെ മെല്ലെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടിയാണ് അല്ലേ. ഇനിയും കുറച്ചു നേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. കാരണം ഇത്രയും പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സന്തോഷമാണ് മനസ്സിന്. യെസ്, അബ്സല്യൂട്ട്ലി. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കളർഫുൾ കാഴ്ചകളിലൂടെ ഒരു പച്ചപ്പിന്റെ മനസ്സും കുളിർമയോടുകൂടി തന്നെ ഇവിടുന്ന് മെല്ലെ എന്ന് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ നിലമ്പൂരിലെ കാഴ്ചകൾ തരുന്നില്ല, നമ്മൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഇനി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. അതെ, ഇറ്റ്സ് മീ അമീൻ ആൻഡ് റോഹലോന സൈനിങ് ഓഫ്. ബൈ. ബൈ.